നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറിയെക്കുറിച്ചാണ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ സോളിനോയിഡുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു അയൺ ബാറിൻ്റെ മുകളിൽ വയർ വൗണ്ട് ചെയ്ത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ അയൺ ബാറിനകത്ത് ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു. അതാണ് സിംപ്ലി ഒരു സോളിനോയിഡിനകത്ത് നടക്കുന്ന പ്രവർത്തന തത്വം. അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ദർ വിൽ ബി എ ഇൻഡ്യൂസ്ഡ് EMF. അതായത് എവിടെയെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിനകത്തോ മാഗ്നറ്റിക് ഫ്ലക്സിനകത്തോ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി അല്ലെങ്കിൽ ഇൻഡക്ഷൻ ലോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. അക്കോർഡിംഗ് ടു ഫാരഡേസ് ഫസ്റ്റ് ലോ, whenever a conductor cut the magnetic flux, an EMF is induced in it. കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സിനെ എപ്പോഴെല്ലാം കട്ട് ചെയ്യുന്നോ അപ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് ഫാരഡേയിലെ ഫസ്റ്റ് ലോ മെൻഷൻ ചെയ്യുന്നത്. Then according to Faraday's second law, the magnitude of the EMF induced in a conductor or coil is directly proportional to rate of change of flux linkage. അതായത് നോർമലി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. ദെൻ ഇൻഡ്യൂസ്ഡ് EMFൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കണ്ടക്ടർ മോഷൻ്റെയും ഒക്കെ ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂള് ഉപയോഗിക്കുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് റൂളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ വലതു കൈയിലെ 3 വിരലുകൾ, അതായത് തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ, ഈ 3 വിരലുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഫിഗറിൽ കാണുന്ന പോലെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് യുവർ ഹാൻഡ്, സോ ദേ ആർ ഇൻ റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. ഇഫ് നമ്മുടെ ഫോർ ഫിംഗർ, അതായത് ചൂണ്ടുവിരൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിനോട്ട് ചെയ്യുന്നുവെങ്കിൽ, തമ്പ് അല്ലെങ്കിൽ തള്ളവിരൽ എന്ന് പറയുന്നത് മോഷൻ്റെ ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യുന്നുവെങ്കിൽ, നമ്മുടെ മിഡിൽ ഫിംഗർ നടുവിരലിൻ്റെ ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടായിരിക്കുക. ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. Stretch out the forefinger, middle finger and thumb of your right hand so that they are at right angle to each other. If the forefinger points the direction of magnetic field, thumb in the direction of motion, then the middle finger will point the direction of induced current. So it is Fleming's right hand rule. നമുക്ക് ആൾട്ടർനേറ്ററിൻ്റെ കേസിനകത്തൊക്കെ കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ റൊട്ടേഷൻ മോഷൻ ഉണ്ടായിരിക്കുക എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുന്നത്. സോ ഒരു സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിതിനകത്തൊരു ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ കോയിൽ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഹിയർ ഈസ് ദ A, B, C ആൻഡ് D. ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ കോയിൽ, അത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു മാഗ്നറ്റിൻ്റെ ഇടയിലാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലാണ്. അതായത് ഇവിടെ നോർത്ത് പോൾ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സൗത്ത് പോളും കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയിൽ ഒരു റെക്റ്റാങ്കുലർ ലാമിന അല്ലെങ്കിൽ ഷീറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മൾ നോക്കുന്നത്.
സോ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആൾറെഡി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി നോക്കി, ഫാരഡേസ് ലോ നോക്കി. അപ്പോൾ ഫാരഡേസ് ലോ പ്രകാരം the EMF is induced in the coil is directly proportional to rate of change of flux linkage. എത്രത്തോളം ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ചസ് വരുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ആ കോയിലിനകത്ത് ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമ്മുടെ ഈ റെക്റ്റാങ്കുലർ കോയിൽ പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ, അത് ഫിഗറിൽ കാണുന്ന അതേ ഡിറക്ഷനിലാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഈസ് മിനിമം. അതായത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. കാരണം നമ്മുടെ റെക്റ്റാങ്കുലർ പ്ലേറ്റ് വെർട്ടിക്കൽ പൊസിഷനിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫോഴ്സ്, ലൈൻ ഓഫ് ഫോഴ്സ് കൂടുതലായിട്ട് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കടന്നു പോകില്ല, അതിനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ഈസ് മിനിമം. ഹെൻസ് നോ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. അതുകൊണ്ട് തന്നെ ആ കോയിലിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. ദെൻ ഈ ഒരു റെക്റ്റാങ്കുലർ കോയിൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ പതുക്കെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ പതുക്കെ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നോർത്ത് പോളിൽ നിന്നും ഗ്രാജ്വലി സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. സോ അങ്ങനെ ഈ ഒരു റെക്റ്റാങ്കുലർ കോയിൽ ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും? മാക്സിമം EMF അവിടെ, അല്ലെങ്കിൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് നടക്കും. അതിൻ്റെ ഫലമായി മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കും ആണ് പറയുന്നത്. ലൈൻ ഓഫ് നമ്മുടെ റെക്റ്റാങ്കുലർ കോയിലിൻ്റെ ഹൊറിസോണ്ടൽ പൊസിഷനിൽ വരുമ്പോൾ നമുക്കവിടെ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഒരു AC ജനറേറ്ററിനകത്ത് നടക്കുന്നത്. ദെൻ ഈ ഒരു റെവല്യൂഷൻ, ഫസ്റ്റ് 180 ഡിഗ്രി റെവല്യൂഷൻ കഴിയും. ദെൻ നെക്സ്റ്റ് 180 ഡിഗ്രി റെവല്യൂഷൻ വരുമ്പോഴേക്കും എഗെയിൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ട് ഒരു AC ജനറേറ്ററിനകത്ത് നടക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ മെഷീൻ ഓൺ ചെയ്യുന്ന, ഒരു AC ജനറേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മെക്കാനിക്കൽ എനർജി, അതായത് മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമുക്കറിയാം വീടുകളിലും നമ്മൾ പല കല്യാണ പരിപാടികളിലൊക്കെ ജനറേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാനാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു എൻജിൻ വർക്ക് ചെയ്യുകയാണ്. എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ എനർജി ഉണ്ടാവും, റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. ആ റൊട്ടേഷണൽ മോഷൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കുലർ കോയിൽ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റൊട്ടേഷൻ്റെ ഫലമായിട്ട് ആ റെക്റ്റാങ്കുലർ കോയിൽ പ്ലേസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലൈൻസിനെ ഇത് കട്ട് ചെയ്യും. മാഗ്നറ്റിക് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു AC ജനറേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സിമ്പിളി ഒരു ജനറേറ്റർ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻസും കമ്പോണൻസും എല്ലാം പഠിക്കാം. ഇത്രയാണ് ഒരു സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ എന്ന് പറയുന്നത്. ദെൻ ടേംസ് റിലേറ്റഡ് ടു AC സർക്യൂട്ട്. പ്രധാനമായും കുറച്ച് ടേമുകളാണ് AC സർക്യൂട്ടിനകത്ത് വരുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അതായത് ഫിഗറിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ, ഒരു സൈക്ലിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്ന ഇതാണ് ഒരു സൈക്ലിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു? നോർമലി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സാണ്. ദെൻ ടൈം പീരിയഡ്. It is the time taken by an alternating quantity to complete one cycle. ഒരു സൈക്കിൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദ മാക്സിമം വാല്യൂ അറ്റൈൻ ബൈ an alternating quantity is called amplitude. It may be negative maximum or positive maximum. നമുക്ക് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് മാക്സിമാണ്, ഇത് പോസിറ്റീവ് മാക്സിമാണ്. ഓക്കെ, അപ്പോൾ
അങ്ങനെ ഏറ്റവും ലഭിക്കുന്ന മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റ് എനി പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. നമുക്കറിയാം എ സി ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഓരോ ഇൻസ്റ്റൻറ്റിലും ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻറ്റിലെ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ സ്പെസിഫിക് ഇൻസ്റ്റൻറ്റിനെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ആണ് ആവറേജ് വാല്യൂ. ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ കൺസിഡർ ചെയ്ത് അതിനകത്ത് ഒരുപാട് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂകൾ ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു എ സി ലൂപ്പ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒരു ഇൻസ്റ്റൻറ്റ്, ഇതൊരു ഇൻസ്റ്റൻറ്റ്, ഇതൊരു ഇൻസ്റ്റൻറ്റ്, ഇതൊരു ഇൻസ്റ്റൻറ്റ്, ഇതൊരു ഇൻസ്റ്റൻറ്റ്, ഇതൊരു ഇൻസ്റ്റൻറ്റ്. അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റ് പോയിൻറ്റിൻ്റെ വാല്യൂസും നമ്മളെടുത്ത് അതിൻ്റെ ആ ഒരു സ്പെസിഫിക് ടൈം പീരിയഡിനകത്ത് ഉള്ള ഓരോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിൻ്റെയും ആവറേജിനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ദ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അതായത് RMS വാല്യൂ എന്നാണ് നമ്മൾ നോർമലി അതിനെ മെൻഷൻ ചെയ്യാറുള്ളത്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. RMS വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി is that steady current which when flowing through given resistance for a given time produce same amount of heat as produced by alternating quantity when flowing through same resistance at same time. അതായത് ഒരു സർക്യൂട്ടിനകത്തൂടെ എ സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എ സി കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, RMS വാല്യൂ എന്ന് പറയുന്നത്. ദെൻ രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. നമ്മൾ നോർമലി ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്തൊക്കെ കോമൺലി ഉപയോഗിക്കുന്ന രണ്ട് ഫാക്ടറുകളാണ്. ഒന്ന് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ. ദെൻ സെക്കൻഡ് വൺ ഇസ് ദ പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൊസൈൻ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിൽ ഉണ്ടാകുന്ന കൊസൈൻഡ് ആംഗിളിനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. മാക്സിമം പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. മിനിമം പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0യുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വീഡിയോ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.